ഇത് സ്പെയിൻ 2008 യൂറോ കപ്പ് സ്വന്തമാക്കിയ ടീം ആഫ്രിക്കൻ മണൽത്തരികളെ പ്രകമ്പനം കൊള്ളിച്ച് ഡച്ച് പടയെ കീഴ്പ്പെടുത്തി 2010 വേൾഡ് കപ്പ് സ്വന്തമാക്കിയ ടീം 2012 നടന്ന യൂറോയിൽ എതിരാളികളെ നോക്കുകുത്തിയാക്കി തുടർച്ചയായി 3 കിരീടവും ചൂടി ലോക ഫുട്ബോളിന്റെ രാജ്യസിംഹാസനം അടക്കി ഭരിച്ച ഒരേയൊരു സ്പെയിൻ ടീം. എന്നാൽ 2013 മാർക്കാനയിൽ വെച്ച് നടന്ന കോൺഫെഡറേഷൻ കപ്പിന്റെ ഫൈനലിൽ ബ്രസീലിനെ നിസ്സാരമായി പരാജയപ്പെടുത്താമെന്ന് വിചാരിച്ച് കളത്തിലേക്കിറങ്ങിയ സ്പാനിഷ് പടക്ക് തെറ്റി. അവിടെ മെലിഞ്ഞ ശരീരവും ചെമ്പിച്ച മുടിയുമുള്ള ഒരു കാനറി പക്ഷിക്ക് മുമ്പിൽ സ്പാനിഷ് പടക്ക് അടിയറവ് പറയേണ്ടി വന്നു. അതെ, ഞാൻ പറഞ്ഞു വരുന്നത് നെയ്മർ ഡാ സിൽവ സാന്റോസ് ജൂനിയറെ കുറിച്ച് തന്നെയാണ്. പെലെക്കും റൊണാൾഡോക്കും റൊണാൾഡീഞ്ഞോക്കും ശേഷം ബ്രസീൽ സാമ്രാജ്യം ആര് കാത്തു സൂക്ഷിക്കുമെന്നതിനുള്ള ഉദാത്തമായ മറുപടിയായിട്ടാണ് 2013 അന്നത്തെ ലോക ഫുട്ബോളിനെ പ്രകമ്പനം കൊള്ളിച്ച സ്പാനിഷ് പടയെ കീഴ്പ്പെടുത്തി ബ്രസീൽ ആ കിരീടം സ്വന്തമാക്കിയത്. ആ മത്സരത്തിൽ ഗോളടിച്ചും ഗോളടിപ്പിച്ചും നിറഞ്ഞാടിയ നെയ്മർ തന്നെയാണ് മാൻ ഓഫ് ദ മാച്ചായി തിരഞ്ഞെടുക്കപ്പെട്ടത്. അങ്ങനെ ബ്രസീൽ ജനതയുടെ സ്വപ്നങ്ങളെ തന്റെ ശിരസിലേറ്റി ബ്രസീലിനെ മാറക്കാന സ്റ്റേഡിയത്തിലേക്ക് ആ സ്വർണ്ണ കിരീടത്തെ തന്റെ ജനതയ്ക്ക് സമർപ്പിക്കാൻ വേണ്ടി നെയ്മറും സംഘവും മാർക്കാനയിലേക്ക് നടന്നു കയറി. കലാശ പോരാട്ടത്തിൽ നെയ്മറിന്റെ ചടുല നീക്കങ്ങൾക്ക് മുന്നിൽ പലരും അടിപതറി. സാമ്പ ചുവടുകളുമായി നെയ്മർ മൈതാനങ്ങൾ അടക്കി ഭരിച്ചപ്പോൾ റൗണ്ട് ഓഫ് 16 ചിലിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ക്വാർട്ടർ ഫൈനലിലേക്ക് അവിടെ ഏറ്റുമുട്ടാനുണ്ടായിരുന്നത് കൊളംബിയയായിരുന്നു. മത്സരത്തിൽ 2 ഗോളിന് ബ്രസീൽ മുന്നിലെത്തിയപ്പോഴാണ് മത്സരത്തിന്റെ 88-ാം മിനിറ്റിൽ ഒരു മാരക ഫോൾ കൊളംബിയൻ താരം സുനിക തുറന്നുവിടുന്നത്. മാറക്കാന സ്റ്റേഡിയം നിശബ്ദമായി. ഗ്രൗണ്ടിൽ പിടയുന്ന നെയ്മറെ സ്ട്രെച്ചറിൽ കൊണ്ടുപോകുന്ന നിരാശാജനകമായ ഒരു ദുരന്ത രാത്രിക്കാണ് അന്ന് ബ്രസീൽ ആരാധകർ സാക്ഷിയായത്. ക്വാർട്ടർ ഫൈനലിൽ കൊളംബിയയെ പരാജയപ്പെടുത്തിക്കൊണ്ട് സെമിയിലെത്തിയെങ്കിലും അവിടെ ജർമ്മൻ പീരങ്കികൾക്ക് മുമ്പിൽ അടിയറവ് പറഞ്ഞുകൊണ്ട് അവർക്ക് 2014 വേൾഡ് കപ്പിൽ നിന്നും പുറത്തു പോകേണ്ടി വന്നു. കാലവും കാൽപന്തും ഉരുണ്ടുകൊണ്ടേയിരുന്നു. ദുരന്ത നിമിഷങ്ങളെ വകഞ്ഞു മാറ്റി നെയ്മർ വീണ്ടും തിരിച്ചു വന്നു. നെയ്മറിന്റെ മിന്നും പ്രകടനം കണ്ട് ബാർസലോണ അവരുടെ മുന്നേറ്റത്തിന് ചുക്കാൻ പിടിക്കാൻ വൻ തുക നൽകി അവരുടെ മുന്നേറ്റത്തിലേക്ക് നെയ്മറെ എത്തിക്കുന്നുണ്ട്. അവിടെ MSN എന്ന സഖ്യത്തിലെ അഗ്രകണ്ണിനായിരുന്നു നെയ്മർ. പക്ഷേ അവിടെയും പരിക്കുന്ന 3 അക്ഷരം അയാളെ പിടിവിടാതെ നിന്നു. എങ്കിലും തന്റെ അർപ്പണബോധം കൊണ്ടും കഠിനാധ്വാനം കൊണ്ടും വിധിക്ക് മുന്നിൽ കീഴ്പ്പെടാതെ നെയ്മർ തന്റെ മുന്നേറ്റം തുടർന്നുകൊണ്ടേയിരുന്നു. ഒടുവിൽ നെയ്മറെ പാരീസ് സെന്റ് ജർമ്മൻ റെക്കോർഡ് തുകക്ക് അവരുടെ ടീമിലെത്തിച്ചു. അവിടെ എംബാപ്പയ്ക്കും ഡീമരിയക്കും കൂടെ പല കിരീടങ്ങളും നേടിയെടുത്ത് ഫ്രഞ്ച് ലീഗിലെ ടോപ്പ് സ്കോററായും ടോപ്പ് അസിസ്റ്ററായും നെയ്മർ പാരീസിന്റെ സുൽത്താനായി മാറി. പക്ഷേ നിർഭാഗ്യം നെയ്മറെ പരിക്കിന്റെ പരിവേഷത്തിൽ വീണ്ടും അയാളെ വേട്ടയാടിക്കൊണ്ടേയിരുന്നു. തുടർന്ന് ഒരുപാട് മത്സരങ്ങൾ നെയ്മർക്ക് മിസ്സാവുകയും ചെയ്തു. നെയ്മറിന്റെ പ്രതിഭാധാരാളിത്യം പതിയെ തഴയുകയുണ്ടായി. 2010 കോപ്പ അമേരിക്കയിൽ പരിക്ക് മൂലം കളിക്കാൻ സാധിച്ചില്ലെങ്കിൽ പോലും 2020 UCL തന്റെ പ്രതിരൂപം ലോക ഫുട്ബോളിന് മുന്നിൽ തുറന്നു വെച്ച് എതിരാളികളെ തന്റെ സ്കില്ലുകൾ കൊണ്ട് കളങ്കപ്പെടുത്തി PSG നെയ്മർ UCL ഫൈനൽ വരെ എത്തിച്ചു. പക്ഷേ അവിടെ ബയേണിന് മുന്നിൽ PSG കൈമലർത്തി. 2021 കോപ്പ അമേരിക്ക നിങ്ങൾക്ക് ഓർമ്മയില്ലേ? നെയ്മർ ഇടം പിടിച്ചെങ്കിലും സ്വപ്ന ഫൈനലിൽ മറ്റ് താരങ്ങളെക്കാളും നിറഞ്ഞു കളിച്ചത് അയാൾ തന്നെയാണ്. പാപഭാരങ്ങൾ പേറി കളത്തിലിറങ്ങിയ അർജന്റീനക്ക് മുന്നിൽ നെയ്മറും സംഘവും പരാജയപ്പെട്ടു. 2022 നിരാശ തന്നെയായിരുന്നു ഫലം. ലോക ഫുട്ബോളിൽ പരിക്കുകൾ ഇത്രയും പിടികൂടിയ താരം വേറെ ഉണ്ടാകില്ല എന്ന് ഉറപ്പ് തന്നെയാണ്. ഒരുപാട് കഴിവുള്ള താരമായിട്ടും ഒരുപാട് നേട്ടങ്ങൾ നേടിയെടുക്കാൻ കെൽപ്പുള്ള താരമായിട്ടും പരിക്കുന്ന വിധിക്ക് മുന്നിൽ ഈ കാനറി പക്ഷി അടിയറവ് പറയേണ്ടി വരികയാണ്. 2022 നഷ്ടമായ ആ കനക കിരീടത്തിനായി ബ്രസീലിയൻ പട വേൾഡ് കപ്പിനും വേണ്ടി വണ്ടി കയറുമ്പോൾ ആഞ്ചലോട്ടിയുടെ സിസ്റ്റത്തിന്റെ പ്രധാന കണ്ണിയായി നെയ്മറും ഉണ്ടാകുമെന്ന വിശ്വാസത്തിലാണ് ബ്രസീൽ ആരാധകർ ഉള്ളത്. വിടാതെ പിടികൂടിയ പരിക്ക് മൂലം കളിക്കളത്തെ തൊട്ട് മാറി നിൽക്കാൻ മാത്രമായിരുന്നു നെയ്മറിന്റെ വിധി. എന്നാൽ ഒരു പ്രതീക്ഷയെന്നോണം ഏകദേശം 107 ദിവസത്തിനു ശേഷം നെയ്മർ സാന്റോസിന് വേണ്ടി വലകുലുക്കിയത് ആരാധകർക്ക് വലിയ പ്രതീക്ഷ തന്നെ നൽകിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇതാ വീണ്ടും അയാൾക്ക് പരിക്ക് പറ്റിയെന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ. നെയ്മറിന് എന്തുകൊണ്ടും അടുത്ത വേൾഡ് കപ്പ് അനിവാര്യമാണ്. അതിനാൽ തന്നെ അയാൾ തിരിച്ചു വരുമെന്ന് കാത്തിരിക്കാം. ഒരു വേൾഡ് കപ്പിനുള്ള ബാല്യം കൂടി അയാളിൽ അവശേഷിപ്പിക്കുന്നുണ്ടെങ്കിലും
അയാളെ പിടിവിടാതെ കൂടിയ പരിക്ക് കാരണം അയാളുടെ കാര്യത്തിൽ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. 2026 വേൾഡ് കപ്പിൽ ബ്രസീൽ കുപ്പായത്തിൽ അയാൾ ഉയർത്തി നിൽക്കുന്ന സുന്ദര നിമിഷം കാണാൻ തന്നെയാണ് കാൽപന്ത് ലോകം കാത്തിരിക്കുന്നത്.